കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡിലെ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി മേഘന ചേരുന്നു. മേഘന, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയായിരുന്നു തീപിടുത്തത്തിലേക്ക് എത്തിയത്? ഇപ്പോൾ ആ പ്രദേശത്തെ സ്ഥിതി എന്താണ്? ലതീഷ്, അല്പം മുന്നെയാണ് കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡിലെ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ ഇതുവരെ അണച്ചിട്ടില്ല. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ പ്രധാനമായും ഈ കാർ വർക്ക്ഷോപ്പിന്റെ പുറകുവശമാണ് കത്തിയ നിലയിലുള്ളത്, കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കാർ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അത്രയും ജനനിബിഡമായ, ജനങ്ങൾ അത്രയും തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഈ കാർ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാർ വർക്ക്ഷോപ്പാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഗാന്ധി റോഡിലെ ഈ ഒരു തീപിടുത്തത്തിൽ സമീപവാസികളായിട്ടുള്ള ജനങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഫയർഫോഴ്സ് അടക്കം ഇവിടെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ജനനിബിഡമായിട്ടുള്ള പ്രദേശത്ത് ഈ ഒരു തീപിടുത്തം എത്രയും വേഗം അണയ്ക്കാനുള്ള, ഈ തീ എത്രയും വേഗം അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. ഇതിൽ പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ തീപിടുത്തമുണ്ടായി അരമണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത് എത്തുന്നത് എന്നാണ്. തീപിടുത്തം ഉണ്ടായ സമയത്ത് പുക ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചതാണ്. പക്ഷേ ഫയർഫോഴ്സ് യൂണിറ്റ് വാഹനമില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് മുക്കാൽ മണിക്കൂർ വൈകിയാണ് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തുന്നത്. ശേഷമാണ് ഈ തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അതാണ് ഈ തീ കുറച്ചുകൂടി പടരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിനു മുന്നേ തന്നെ നാട്ടുകാരും മറ്റും ബക്കറ്റിലടക്കം വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ചെറിയ രീതിയിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ഒരു ജനനിബിഡമായിട്ടുള്ള മേഖലയാണ്. മാത്രമല്ല അതിന്റെ തൊട്ടടുത്തായിട്ട്, അതായത് ഈ കാർ ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ട് കയർ നിർമ്മാണ യൂണിറ്റ് ആണ്. നിരവധിയായിട്ടുള്ള ചകിരികളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണത്. കയർ നിർമ്മാണ യൂണിറ്റ് ഉണ്ട്, സോപ്പ് നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ അത്രയും ഉൾഭാഗമായിട്ട് അത്രയും ജനനിബിഡം ഫാക്ടറികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തത്തിന്റെ ഒരു അപകടം വലിയ രീതിയിൽ വ്യാപിപ്പിക്കുന്നതും. ഇപ്പോഴും ഈ ഒരു വലിയ രീതിയിൽ പ്രദേശത്ത് ഗാന്ധി റോഡ് ആകെ വലിയ തരത്തിൽ കറുത്ത പുക ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ കാർ വർക്ക്ഷോപ്പിന്റെ പുറകില് വേസ്റ്റും മറ്റും കൂട്ടിയിടുന്ന ഭാഗമാണ് കത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ പല സാമഗ്രികളും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറി സാധ്യതയും കണക്കാക്കുന്നുണ്ട്. ജനങ്ങളെയൊക്കെ സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട്. സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. മേഘന, ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ജീവനക്കാർ ഇല്ലായിരുന്നു എന്ന് തന്നെ കരുതാമോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ലിബീഷ, ഈ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒരു പഴയ കെട്ടിടമാണ്. മാത്രമല്ല ഈ വലിയ താപനില ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ ഇതിൽ നാട്ടുകാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകി എന്നുള്ളത് തന്നെയാണ്. മുക്കാൽ മണിക്കൂറിന് ശേഷമാണ്, അതായത് ഈ തീപിടുത്തം ചെറിയ രീതിയിൽ പുക ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചിരുന്നു. പക്ഷെ ഫയർഫോഴ്സ് മറ്റൊരു സ്ഥലത്താണ്, വാഹന സൗകര്യമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഫയർഫോഴ്സ് എത്താൻ വൈകുകയായിരുന്നു. അതിനുശേഷമാണ് ഈ തീപിടുത്തം വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനൊക്കെ പിന്നീട് അവിടുത്തെ ജനങ്ങൾ തന്നെ തീ അണയ്ക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. ബക്കറ്റിലും പൈപ്പിലും ഒക്കെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യം തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് സജീവമായി തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഇതുവരെ തീ അണച്ചിട്ടില്ല. സംഭവ സ്ഥലത്ത് വ്യാപകമായി കറുത്ത പുക ഉയരുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി മേഘന, കോഴിക്കോട് വെള്ളയിൽ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിവരങ്ങളാണ് മേഘന മുരളി നൽകിയത്.